അപ്പോൾ വീണ്ടും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനും എൻ്റെ അമ്മയും കൂടെ ദുബായിലേക്ക് പോകാനുള്ള പ്ലാനാണ്. എനിക്ക് അവിടെ 2 ഇനോഗ്രേഷൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ലോഞ്ചിലിരിക്കുകയാണ്. ഞാനൊന്നും കഴിക്കുന്നില്ല, അതിൻ്റെ റീസൺ പിന്നെ പറയാം. അമ്മ മാത്രമേ കഴിച്ചുള്ളൂ. നമുക്ക് രാവിലെയാണ് സമയമുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ ഗേറ്റിലേക്ക് പോവുകയാണേ. അമ്മനെ കംഫർട്ടബിളായ സീറ്റിലിരുന്നു. അമ്മ അധികം ജ്യൂസൊന്നും കുടിക്കാത്ത ആളാണ്. എന്തിനാ ഞാൻ മേടിച്ചതെന്ന് ആലോചിച്ചിട്ട് അമ്മ തന്നെ ഇരിക്കുകയാണ്. എനിവേ ഞാനവിടെ റിലാക്സ്ഡായി. എപ്പോഴും ആലോചിക്കും ബിസിനസ് ക്ലാസ്സിലേക്ക് പോകാൻ പറ്റുമോ എന്ന്. എന്തായാലും ഈശ്വരനോട് നന്ദി പറയുന്നു ഇങ്ങനെയൊക്കെ പോകാൻ സാധിച്ചതിൽ. എന്തായാലും നമ്മുടെ സീറ്റിൻ്റെ അടുത്ത് നമുക്കൊരു ചെറിയ കൂൾബാറൊക്കെ ഉണ്ടായിരുന്നു. അതിൽ സ്പാർക്ക്ലിംഗ് വാട്ടറും ചെറിയ ഗമ്മീസൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്തിട്ട് ഞാനൊരു ഓറഞ്ച് വിത്ത് മാംഗോ ജ്യൂസ് അടിപൊളിയായിരുന്നു കേട്ടോ, അത് ഓർഡർ ചെയ്തു. അപ്പോഴേക്കും ഫുഡ് സെർവ് ചെയ്തു. ഇതിന് വേണ്ടിയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തത്. എനിവേ ഞാൻ ചിക്കൻ മട്ടനുമായിരുന്നു ഓപ്ഷൻസ് ഉള്ളത്. ഞാൻ മട്ടൻ കഴിക്കില്ല. ചിക്കൻ്റെ ഒരു മീലും പിന്നെ സ്മോക്ക്ഡ് സാൽമൺ ആണ് അതിൻ്റെ മെയിൻ സ്റ്റാർട്ടറും, പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഡിസേർട്ട്. ഇതാണ് മെയിൻ ലക്ഷ്യം. എന്തായാലും ഒരു ഭംഗിക്കൊക്കെ വേണ്ടി ഒരു റെഡ് വൈനും കൂടെ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിവേ എൻ്റെ ഫസ്റ്റ് തന്നെ ഞാൻ സ്മോക്ക്ഡ് സാൽമണാണ് കഴിച്ചത്. എനിക്കിത് സാൽമൺ ഇത്രയും ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ഞാൻ അയർലൻഡിൽ വെച്ച ശേഷമാണ് കേട്ടോ. അവിടെ പോയ ശേഷമാണ് എനിക്ക് ഈ സാൽമണോട് പ്രത്യേകം ഒരു ഇഷ്ടം തോന്നി തുടങ്ങി. എന്തായാലും നമ്മുടെ ഇത്തിരി പെപ്പറൊക്കെ ഇട്ട് ഞാൻ ചിക്കനൊന്ന് കഴിച്ച് നോക്കി കുറച്ച്. പക്ഷേ എൻ്റെ മെയിൻ ലക്ഷ്യം അത് തന്നെയാണ് കേട്ടോ, അത് അകത്താക്കാം, ഡിസേർട്ട് അകത്താക്കാം. എന്തായാലും അതൊക്കെ കഴിച്ച് ഒരു ഹൊറർ മൂവിയൊക്കെ ഇട്ടിട്ട്, ഇവിടെയാണെങ്കിൽ പേടിക്കണ്ടല്ലോ, എല്ലാവരും ചുറ്റുമുണ്ടല്ലോ, അതുകൊണ്ട് ഹൊറർ മൂവിയൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ദുബായ് എത്തി. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ ഞാൻ ചെറുതായിട്ട് നമ്മുടെ ഇനോഗ്രേഷന് ചെറിയൊരു ക്ലിപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ക്രൗഡായിരുന്നു. അവരുടെ സ്നേഹമൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം, അതുകൊണ്ട് ഇട്ടതാണ്. ഇനിയും ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം, എന്തായാലും അമ്മ ദുബായ് ഫ്രെയിം കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും അമ്മേനെ കാണിക്കാൻ ഞാൻ കൊണ്ടുപോയി. ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ, ഭയങ്കര ചൂടായിരുന്നു. ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. എന്തായാലും ഞങ്ങൾ അകത്ത് കയറി. ഞാനിത് ഒരു പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും അമ്മേനെ എനിക്ക് ടോപ്പ് ഫ്ലോറിൽ കൊണ്ടുപോകണം. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിരിക്കുന്നത്. എന്തായാലും അവിടുത്തെ ലോക്കൽ സാധനങ്ങളൊക്കെ കണ്ട് നേരെ ലിഫ്റ്റിൽ കയറി. അങ്ങനെ ഓരോ നിലയും പാസ് ചെയ്ത് ഞങ്ങൾ മുകളിലേക്ക് എത്തുകയാണേ. അമ്മ നൈസായിട്ട് പേടിച്ചിരിക്കുന്നുണ്ട്, എവിടേക്കാണ് കൊണ്ടുപോകണേ എന്ന് ആലോചിച്ച്. അങ്ങനെ അമ്മയ്ക്ക് ഇത് എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ പോയി അമ്മയെ പോയി ചവിട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മയ്ക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്തു. എന്തായാലും അമ്മ ധൈര്യം സംഭരിച്ച് ചവിട്ടിയപ്പോഴേക്കും ഫുള്ളും വിസിബിളായി. ആ പേടിച്ച് ഓടിയതാണ്ടത് കാണുന്നത്. എന്തായാലും എനിക്കിത് പേടിയാണ്. എനിക്ക് ഹൈറ്റോഫോബിയാണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയ വേർഡാണെന്ന് അറിഞ്ഞൂടാ. എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. എന്തായാലും ധൈര്യം സംഭരിച്ച് ഇന്നൊന്ന് കുറച്ച് നേരമെങ്കിലും കണ്ണടച്ച് പോയി ചവിട്ടാന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. അവിടെ ആൾക്കാർ കിടന്നും ഇരുന്നൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇനി അവിടെ ചെറിയൊരു കൂൾബാറൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ഇരുന്നാൽ ഒരു സൈഡ് ഓൾഡ് ദുബായും മറ്റേത് ന്യൂ ദുബായും കാണാൻ പറ്റും. ഇനി ഞാൻ കുറച്ച് നേരം ഒന്ന് ധൈര്യം സംഭരിച്ച് ഇത്തിരി നേരം നടന്ന് താഴേക്ക് നോക്കി തന്നെ നടന്നു. പക്ഷെ പറ്റിയില്ല. ഞാൻ നേരെ തിരിച്ചു വന്നു. പിന്നെ താഴെ നമ്മുടെ ഇവിടെ ഒരു 3D ഫ്യൂച്ചർ ദുബായ് എന്ന് പറയാൻ, ഫ്യൂച്ചറിൽ ദുബായ് എന്താവുമെന്ന് കാണിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. അത് എപ്പോൾ കണ്ടാലും എനിക്ക് തലവേദനയാണ് കേട്ടോ. ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ മോൾ ഓഫ് എമിറേറ്റ്സിലെത്തി. യൂബറിനാണ് കേട്ടോ തിരിച്ചു പോയത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ അമ്മയോട് പറയാൻ, ഇവിടെ വേണമെങ്കിൽ അറബിമാരിങ്ങനെ കാണിക്കാൻ പറ്റി, തിരിച്ചും ഇങ്ങനെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് വെറുതെ ട്രിക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒരു ഫൺ. എന്തായാലും ഞങ്ങളുടെ ലക്ഷ്യം അക്യൂറിയാണ്. അമ്മ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അമ്മയ്ക്ക് കാണാൻ ഇഷ്ടം ഇത് തന്നെയാണ്. ഞാൻ ഈ ലാൻകും സെഫോറയും എടുത്ത് കാണിച്ചത് നമ്മുടെ ഏറ്റവും പ്രിയം അതാണല്ലോ, പ്രത്യേകിച്ച് ലേഡീസിൻ്റെ. എന്തായാലും നമ്മുടെ അക്യൂറൊക്കെ കണ്ടു. അമ്മ അവിടെ നിന്ന് ഓരോ മീനിൻ്റെയും പേര് പറയുന്നുണ്ടായിരുന്നു. നമ്മൾ മിനിയാന്ന് കഴിച്ച മീൻ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കൊരു സംശയം, ഈ ഷാർക്ക് എന്താ വേറെ മീനുകളൊന്നും കഴിക്കാത്ത? അതിന് വേണ്ടി ഞാൻ കുറേ നേരം നോക്കി നിന്നു. അപ്പോൾ എന്തായാലും അതൊരു മിസ്റ്ററി തന്നെയാണ്. എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതെൻ്റെ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റാണ്. പിറ്റേ ദിവസം ഞാൻ ഇത് മാത്രം കാണിക്കുന്നത്. ഇവിടെ വേഫിൾസ് കിട്ടും. പംകിൻ സ്പൈസിൻ്റെ ബാറ്ററും നോർമൽ ബാറ്ററും. നമുക്ക് സ്വന്തമായിട്ട് വേഫിൾസ് ഉണ്ടാക്കി നമുക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റോ ക്രീമോ ഒക്കെ ആഡ് ചെയ്ത് ബട്ടർ ആഡ് ചെയ്ത് നമുക്ക് കഴിക്കാം. ഇത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് ഇത് ഇട്ടേ. ഇനിയും ഞങ്ങൾ മെട്രോ ഒക്കെ വിളിച്ച് അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണെങ്കിൽ പിറ്റേ ദിവസം അത് നമ്മുടെ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ. എപ്പോഴും ആലോചിക്കും ഇതിൻ്റെ അകം ഒന്ന് കയറി കാണണമെന്ന്. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും അമ്മേനെ കൂട്ടി അത് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത ചാനലിൽ കാണാം. അതുവരെ ബൈ.